വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനത്തിന് സർക്കാരിന് ബക്കാടി കമ്പനി അയച്ച കത്ത് പുറത്ത്. എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത് 2021 കത്തയച്ചത്. പ്രപ്പോസൽ തയ്യാറാക്കാൻ നികുതി സെക്രട്ടറിക്ക് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നികുതി നിശ്ചയിക്കൽ അടക്കമുള്ള തീരുമാനങ്ങൾ LDF സർക്കാർ എടുത്തില്ല. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി അർജുൻ രാജു ചേരുന്നുണ്ട്. അർജുൻ, വിവരങ്ങൾ. സോന, ഏറെ പ്രധാനപ്പെട്ട ഒരു കത്താണ് 2021 ബക്കാടി കമ്പനി സംസ്ഥാന സർക്കാരിന് നൽകുന്നത്. അന്ന് എക്സൈസ് മന്ത്രിയായിരുന്നത് CPM-ന്റെ നിലവിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനാണ് എക്സൈസ് മന്ത്രിയായിരുന്നത്. അദ്ദേഹത്തിനാണ് ഈ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള കത്ത് ബക്കാടി കമ്പനി നൽകുന്നത്. ആ കത്തിൽ പ്രധാനമായും പറയുന്നത് കേരളത്തിൽ ബക്കാടി ബ്രീസർ ആൻഡ് ബക്കാടി പ്ലസ് എന്ന വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താൻ സാധിക്കുന്നില്ല. ടൂറിസം മേഖലകളിലെ കോർപ്പറേറ്റ് ഇവന്റുകളിലും ലിംഗവ്യത്യാസമില്ലാത്ത ഏവർക്കും പ്രിയങ്കരമായ ഒരു ഉൽപ്പന്നമാണ് ബക്കാടി ബ്രീസർ ആൻഡ് ബക്കാടി പ്ലസ്. ഒട്ടുമിക്ക അന്താരാഷ്ട്ര ഇവന്റ് കമ്പനികളും ഞങ്ങളുടെ കസ്റ്റമറാണ് എന്ന് പറയുന്നു. സ്ത്രീ സൗഹൃദ ഉൽപ്പന്നം എന്ന നിലയിൽ ബക്കാടി ബ്രീസർ ആൻഡ് ബക്കാടി പ്ലസ് ലഭ്യമല്ലാത്തതിനാൽ പല ഇവന്റുകളും അവരുടെ സ്ഥലം ഗോവ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലേക്ക് മാറ്റിയത് ഞങ്ങൾക്ക് നേരിട്ട് അറിവുള്ളതാണ്. LDF നയമനുസരിച്ചും അതുപോലെ തന്നെ ജസ്റ്റിസ് ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടുകൾ പ്രകാരവും മദ്യാസക്തി കുറയ്ക്കുന്നതിൻ്റെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബക്കാടി ബ്രീസറിന് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ നിലവിലെ ബിയർ വൈൻ കാറ്റഗറിയോടൊപ്പം ലോ ആൽക്കഹോളിക് ബിവറേജ് എന്നുകൂടി ഉൾപ്പെട്ട കാറ്റഗറി അമെൻമെൻറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നതാണ് അവർ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ ഗുണനിലവാരമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ നിലവിലെ മദ്യ കാറ്റഗറിയോടൊപ്പം വീര്യം കുറഞ്ഞ പാനീയം എന്ന കാറ്റഗറി കൂടി ഉൾപ്പെടുത്തുന്ന ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് ബക്കാടി കമ്പനി കത്തിലൂടെ ആവശ്യപ്പെട്ടത്. അതിന് പ്രകാരമുള്ള തുടർ നടപടികൾ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഫയൽ എക്സൈസ് മന്ത്രിയുടെ കയ്യിലേക്ക് എത്തുന്നത് 17/11/2021 അതിനുശേഷം 29/11/2021 അതിൽ അദ്ദേഹം കുറിപ്പ് കൈമാറുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ബക്കാടി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഓർമ്മിപ്പിച്ച് ഈ ഖണ്ഡികയിൽ പറഞ്ഞ പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണം എന്നാണ് 29/11/2021 എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ ഫയൽ നീക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ആ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കാറ്റഗറി നിശ്ചയിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയി, ആ ചട്ടം ഭേദഗതി ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയി. പക്ഷേ നികുതി കുറയ്ക്കുക എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യത്തിലേക്ക്, ബക്കാടി കമ്പനിയുടെ ആവശ്യത്തിലേക്ക് കഴിഞ്ഞ സർക്കാർ പോയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ആവശ്യം. ആ ഒരു തീരുമാനത്തിലേക്ക് ആ സർക്കാർ കടന്നില്ല. അത് നയപരമായി എടുത്ത തീരുമാനമാണ് എന്ന നിലയ്ക്കൊക്കെ LDF വിശദീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് ഏറുകയും തൊട്ടു അടുത്ത ദിവസം തന്നെ ഈ ഫയൽ നീക്കം വീണ്ടും ആരംഭിക്കുകയുമാണ് ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു മാസത്തിനകം തന്നെ അവതരിപ്പിച്ച ബജറ്റിൽ ആ ആവശ്യം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതായത് ബക്കാടി കമ്പനിയുടെ ആവശ്യം എന്താണോ അതിൻ്റെ നടപടികൾ ഒരു പരിധിവരെയെങ്കിലും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായി. അതിനുശേഷം അത് തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് UDF സർക്കാരാണ്. ആ ഫയൽ നീക്കം ഏറ്റവും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് എന്നുള്ള നികുതി ഘടന നിശ്ചയിച്ചുകൊണ്ടുള്ള ബജറ്റ് അവതരണം നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ വിവാദമാവുകയും ഒക്കെ ചെയ്തത്. എടുത്തു പറയേണ്ടത്, അന്ന് ഈ നീക്കത്തെ അഴിമതി എന്ന് ആരോപിച്ച ആളായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന